എടാ മോനെ, എടാ എടാ എഴുന്നേക്കടാ, എടാ എഴുന്നേക്ക്. എത്ര നേരമായി ഉറങ്ങുന്നു? ഒന്ന് എഴുന്നേറ്റേ. എടാ എഴുന്നേക്കടാ, എടാ ഒന്ന് എഴുന്നേക്ക്. സമയം 10 മണിയായി. 10 മണിയായതല്ലേ ഉള്ളൂ. 5 മണിക്ക് എടാ ഇന്ന് നിന്റെ മാമന്റെ മോൻ വരുന്നുണ്ട്, ഒന്ന് എഴുന്നേറ്റ് വാ. ആ നിന്റെ മാമന്റെ മോൻ വരുന്നു, പെട്ടെന്ന് എഴുന്നേറ്റ് വന്നേ. അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അവനെ ഒന്ന് പറഞ്ഞു വിട്ടതല്ലായിരുന്നു? അന്ന് പറഞ്ഞു വിട്ടെന്ന് വെച്ചാൽ അവനിങ്ങോട്ട് വന്നൂടെ? 1 മാസമല്ലേ ആയിട്ടുള്ളൂ ഇവിടുന്ന് പോയിട്ട്. അമ്മൻ നിങ്ങക്ക് അവനെ പറ്റി അറിഞ്ഞൂടെ? അവന്റെ തല തിരിഞ്ഞൊരു ചെറുക്കനവൻ. അവനെങ്ങാണ് ഇവിടെ വന്നോണ്ടല്ലോ വീടെടുത്ത് തലയും കുത്തി മറിച്ചു നോക്കും. ഞാൻ പോവാ. അവൻ പോയിട്ട് എന്നെ വിളിച്ചാൽ മതി. എന്നെ അത് കഴിഞ്ഞു വിളിക്കല്ലേ. ഇന്ന് വൈകുന്നേരം അവൻ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പാടുള്ളൂ. എടാ നീ പേടിക്കണ്ടാ, അവൻ എന്തായാലും ഒരാഴ്ച ഇവിടെ കാണൂടാ. ഒരാഴ്ചയോ? ഒരാഴ്ച ഇപ്പൊ എവിടെ പോയി നിൽക്കാനാ? പോകാനുള്ള അതൊന്നും പറ്റില്ല. അവൻ ഇന്ന് തന്നെ പറഞ്ഞു വിടണം. അതിന് മാത്രം ആ ചെറുക്കൻ നിന്നോട് എന്നാടാ കാണിച്ചത്? അതിന് മാത്രം എന്താ സംഭവിച്ചതെന്നാ? കാറിന്റെ കീ എടുത്ത് ബൈക്കിനിട്ട് സ്റ്റാർട്ട് ആവുമോ നോക്കി, എന്നിട്ട് ആ കീ അതിനകത്ത് ഒടിച്ചിട്ടു. അത് കാരണം വണ്ടി 10 ദിവസം വർക്ക്ഷോപ്പിലായിരുന്നു. 10,000 രൂപ ആ വഴി കയ്യിൽ നിന്ന് പോയേ. എന്നിട്ടാണ് നിങ്ങൾ ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുന്നത്. അതും പോട്ടെ, എനിക്ക് ആഫ്രിക്കയിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് വന്നത് എലി കരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കരണ്ട് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ജോലിയും കിട്ടിയില്ല. ഞാൻ ഇപ്പൊ ഒരു പണിയില്ലാതെ ഇവിടെ കിടന്നുറങ്ങുക. ഞാൻ മര്യാദയ്ക്ക് ട്രിപ്പ് പോകേണ്ടതായിരുന്നു. ഈ ട്രിപ്പ് കൊണ്ട് എന്റെ ബാഗ് എടുത്തിട്ട് മൂത്രം ഒഴിച്ചു വെച്ച് തീർക്കാൻ അവൻ മനഃപൂർവ്വം ചെയ്ത. അവൻ ഇരപ്പാടിയ. അവനെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ല. അവൻ ഇവിടെ കയറ്റി ഞാൻ ഇവിടെ കാണത്തില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും അവൻ വരുന്നുണ്ട്, നീ അവനെ നോക്കണം. നീ ഇവിടെ തന്നെ വേണം താൻ. ഞാൻ പോവാ. നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ അവൻ ഇത്ര പേടിക്കുന്നതെന്ന്? വരാൻ പോകുന്നവൻ ചെറിയ പുള്ളിയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ 1 മാസം മുമ്പ് നടന്നൊരു സംഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഒന്ന് കണ്ടു നോക്ക്. എടാ മോനെ, ആ പ്ലഗിൻ്റെ പുറത്തൂടെ ഷോക്ക് അടിക്കുന്നുണ്ടോ? ഒന്ന് നോക്കിക്കാടാ. ഇതാണോ അമ്മ കംപ്ലൈൻറ്റ്? പുറത്തൂടെ ഷോക്ക് വരുന്നുണ്ടോ? ഞാൻ നോക്കാം. എനിക്ക് മരത്തടികളൊന്നുമില്ല ഇവിടെ. സോറി. എന്താടാ കൊച്ചിറക്കനക്ക് അപ്പുറത്തെങ്ങാനും പോയി ഇരുന്നാ പോരെ. എന്തിനാണ് നീ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് അലമ്പാക്കുന്നേ? അത് മാമൻ, ഞാൻ അലമ്പുണ്ടാക്കാൻ വന്നതല്ലേ. ഞാൻ മാമൻ എന്താ ചെയ്യുന്നേ നോക്കാൻ വന്നതാ. ഇതെന്താ മാമ ചെയ്യുന്നേ? അങ്ങനെ മര്യാദയ്ക്ക് വല്ലതും ആണേ നോക്കാം. ഇതെന്താ സംഭവം എന്നറിയോ? ശ്രദ്ധിച്ചു പിന്നെ പറഞ്ഞില്ലേ. ഇത് കരണ്ടി കുത്തുമ്പം ഇതിനകത്തോട്ട് കരണ്ട് വരുന്നു. അപ്പം ഇതിൻ്റെ പുറത്ത് ഷോക്ക് ഉണ്ടെങ്കിൽ നമ്മളിത് പിടിക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. ഇനിയിപ്പോൾ നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് പിടിച്ചാലും ഷോക്ക് അടിക്കും. ഇരുമ്പോണ്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് തൊട്ടാലും ഷോക്ക് അടിക്കും. അപ്പം ഇതുകൊണ്ടൊക്കെ കളിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കളിക്കണം, ഇല്ലെങ്കിൽ അടി കിട്ടും ഉറപ്പാണ്. ഇതൊന്നും ഇങ്ങനെ കുട്ടികൾക്ക് വരേണ്ട പണിയല്ല. നീ ഇപ്പുറത്ത് പോയി കാർട്ടൂൺ കണ്ടോ? ഇത് മാമ ശരിയാക്കി തരാം. ഓ മാമൻ ഇത് ശരിയാക്കിക്കോ. എന്താ മോനെ അവിടെ ഒരു ശബ്ദം? അത് പിന്നെ അമ്മായി, മാമന്റെ കാര്യം ശരിയായതാ. മാമൻ ക്ലോസ്ഡ്. അവൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇനിയെങ്ക നടക്കപ്പോറത് യുദ്ധം പാക്കളാ.